വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും മേക്കിംഗ് വീഡിയോ, അതായത് ഉപ്പും മുളകും ലൊക്കേഷനിലെ കാഴ്ചകളും പിന്നാമ്പുറ കാഴ്ചകളും ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ ബാലും നീലും ഒരുമിച്ച് വന്ന ഇൻ്റർവ്യൂവിൽ ബാലു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപ്പും മുളകും എപ്പിസോഡുകളെക്കാളും രസമാണ് ഉപ്പും മുളകിലെ ലൊക്കേഷൻ കാഴ്ചകളും ആ ഒരു ബ്ലോപ്പേഴ്സും കാര്യങ്ങളൊക്കെയെന്ന്. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യാമറ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും റീച്ച് കിട്ടുമെന്ന രീതിക്കൊക്കെ ബാലു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം രസകരമായിരിക്കും എന്നുള്ളതാണ് അവരതിൽ ഉദ്ദേശിക്കുന്നത്. ഉപ്പും മുളകും സീസൺ 1 അങ്ങനത്തെ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. അതായത് ഫ്ലവേഴ്സ് ചാനൽ ഒരു ആങ്കറിനെയൊക്കെ വെച്ചിട്ട് ഒരു മേക്കിംഗ് വീഡിയോ, അതായത് ഉപ്പും മുളകിൻ്റെ സെറ്റിൽ പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കലും അവിടുത്തെ ആ ലൊക്കേഷൻ്റെ കാഴ്ചകളും പിന്നാമ്പുറ കാഴ്ചകളും എല്ലാം ഒരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ഉപ്പും മുളകിൻ്റെ കണക്കിൽ പെടുന്നത് ഫ്ലവേഴ്സിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ്. അത് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു. ഓഡിയൻസിന് എല്ലാവർക്കും ആ ഒരു ഉപ്പും മുളകും സെറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാൻ പറ്റിയിരുന്ന ഒരു വീഡിയോസൊക്കെ ഫ്ലവേഴ്സ് ഒഫീഷ്യലായിട്ട് റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സീസൺ 2 വരുമ്പോൾ അത്രത്തോളം അവർ പ്രൈവറ്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മേക്കിംഗ് വീഡിയോ, ലൊക്കേഷൻ വീഡിയോ ഒന്നും തന്നെ പുറത്ത് വിടുന്നില്ല. എന്തിനേറെ രാജേഷ് ഹെബ്ബാർ, അതായത് നമ്മുടെ ഉപ്പും മുളകിലെ റാംകുമാർ ഒരു യൂട്യൂബ് ചാനൽ വെച്ചിട്ടുണ്ടായിരുന്നു, രാജേഷ് ഹെബ്ബാർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ മൂപ്പര് ശനിയാഴ്ച ഇങ്ങനെ ഉപ്പും മുളകിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളൊക്കെ ഒരു വ്ളോഗായിട്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ രാജേഷ് ഹെബ്ബാർ നിർത്തുന്നു മാത്രമല്ല, ചെയ്തു വെച്ച വീഡിയോ, റിലീസാക്കിയ വീഡിയോ അടക്കം മൂപ്പര് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പോൾ അത് ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒരു ഓർഡർ ഉണ്ടാകും, അതങ്ങനെ ലൊക്കേഷനൊന്നും പുറത്ത് വിടണ്ട എന്ന രീതിക്ക്. അതുമാത്രമല്ല, പുറത്ത് അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ഇതുവരെ വരുന്നുമില്ല. പക്ഷേ ഉപ്പുമുളകും അത്രത്തോളം രസമായിട്ടുള്ള ലൊക്കേഷനൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഫ്ലവേഴ്സ് ചാനൽ അങ്ങനത്തെ ഒരു മേക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊന്നും വിടാത്തതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഈ ഇടയ്ക്ക് ഫ്ലവേഴ്സ് അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ചക്കപ്പഴത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളും ആ ഒരു ഇൻ്റർവ്യൂവും. ചക്കപ്പഴം ഇതേപോലെ ഉപ്പുമുളകും പോലെ ഫ്ലവേഴ്സിൻ്റെ ഒരു സിറ്റ്കോമാണ്. അപ്പോൾ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒരു ഇൻ്റർവ്യൂ ആയിട്ടൊക്കെ ഒരു വ്ളോഗ് പോലെയൊക്കെ ഫ്ലവേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ തന്നെ ആയിട്ടുള്ള റിലീസായിട്ട്, അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഉപ്പുമുളകിൻ്റെയും ഇതേപോലത്തെ ഒരു മേക്കിംഗ് വീഡിയോവും ലൊക്കേഷൻ വ്ളോഗൊക്കെ വേണമെന്നായിരുന്നു. പക്ഷേ ഇതുവരെ അങ്ങനത്തെ ഒരു വ്ളോഗൊന്നും, ഒരു മേക്കിംഗ് വീഡിയോ ഒന്നും തന്നെ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. അത് എന്തുകൊണ്ടാണ് ഉപ്പുമുളകിനെ മാത്രം ഫ്ലവേഴ്സ്? ഏതായാലും ബാലു പറഞ്ഞ സ്ഥിതിക്ക് ഉപ്പുമുളകിൻ ലൊക്കേഷൻ അടിപൊളിയായിരിക്കും എന്നുള്ളതാണ്. അതായത് ഈ ഷൂട്ടിംഗ്, മേക്കിംഗ് വീഡിയോയും ബ്ലോപ്പേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും, അത് എപ്പിസോഡുകളെക്കാളും രസമാണ് എന്നാണ് ബാലു നീലും ഒക്കെ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഏതായാലും ഫ്ലവേഴ്സ് ഇനിയെങ്കിലും അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്താൽ കുറച്ച് അടിപൊളിയായിരിക്കും. അതായത് ഉപ്പുമുളകിൻ്റെയും ഇങ്ങനത്തെ ലൊക്കേഷൻ വീഡിയോസും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്നുള്ളത് ഫ്രാൻസ് ഉറപ്പായിട്ടും ഇരുകൈനീട്ടി അത് സ്വീകരിക്കുമെന്നുള്ളതും കൺഫേമാണ്. ഉപ്പുമുളകിൻ്റെ അധികം മേക്കിംഗ് വീഡിയോ, ബ്ലോപ്പേഴ്സ് ഒന്നും തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. വന്ന 1-2 ക്ലിപ്പുകളൊക്കെ ഭയങ്കര വൈറലായതുമാണ്. ഫ്ലവേഴ്സ് തന്നെ അത് ഒഫീഷ്യലായിട്ട് റിലീസാക്കി അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.